സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാദി മൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മ ആറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമല അചലം സർവദാ സാക്ഷിഭൂതം ഭാവ അതീതം ത്രിഗുണരഹിതം സൽഗുരത്വം നമാമി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വര കൃപയും ശാന്തിയും സമാധാനവും ആയുസ്സും ആരോഗ്യവും രോഗശാന്തി എല്ലാവിധ നൽവരങ്ങളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ഭക്തമക്കളെയും കമൻസ് ഉൾപ്പെടെ ഭഗവാനിൽ അർപ്പിക്കുന്നു. കലാനാരായണൻ, പ്രസന്ന, രാജമ്മ, കുട്ടികൾ ബിമല്, അനു, ആനന്ദ്, ബിന്നു, എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഭഗവാന്റെ കഥകളും പ്രാർത്ഥനകളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുകയും ചൊല്ലിപ്പിക്കുകയൊക്കെ വേണം. അത് കേൾപ്പിക്കണം. പ്രശോഭ വിജയൻ, ജയാനില്, രുക്മിണി മോഹൻ, രാധികാദേവി, നിർമ്മല രമേഷ്, ജഗദമ്മ, ഗീതാ നായർ, ബിന്ദു പ്രസന്നൻ, പ്രമിള സുനില്, എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭഗവാന്റെ ഉപദേശം നമുക്ക് തരുന്നതാണ്, ഉദ്ധവർക്ക് കൊടുക്കുന്നത് മനസ്സിലാക്കണം. നമുക്ക് സഗുണോപാസനയും നിർഗുണോപാസനയൊക്കെയാണ് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലാക്കുന്നത്. അത് നിർഗുണോപാസന എന്താണെന്ന് അത് അറിയാത്തവർക്ക് വലിയ പാടാണ്. എല്ലാവരും സാധാരണ വിഗ്രഹാരാധനയാണല്ലോ, എല്ലാം ആവശ്യങ്ങൾ കൊണ്ടാണല്ലോ. ഓരോരുത്തർക്കും എല്ലാ ആഗ്രഹങ്ങളും നേടാനാണല്ലോ അമ്പലത്തിൽ പോയാലും ഭഗവാൻ ഒരു വിഗ്രഹത്തിൽ കണ്ട് ആരാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അറിയില്ല. ഭഗവാൻ ഒരു വിഗ്രഹത്തിൽ എന്നുള്ള ധാരണയിലേ അറിയത്തുള്ളൂ. എന്നാൽ അതിനൊക്കെ മേലേ ഉണ്ട് പരബ്രഹ്മ. ഇത് ഒരു പുഷ്പത്തെ കണ്ട് ഫലമെന്ന് അറിയുന്നത് പോലെയാണെന്ന് ഭഗവാനോട് പറയുന്നു. ഒരു വിഗ്രഹത്തെ കാണുന്നത് ഒരു പുഷ്പം ഫലമെന്ന് കാണുന്ന പോലെ. പുഷ്പത്തിന് അകത്ത് ഉള്ളിൽ പുഷ്പം 2 ദിവസം കഴിയുമ്പോൾ അത് പൊഴിഞ്ഞു പോകുമ്പോൾ അതിനകത്തൊരു ഫലമുണ്ട്. അതിനെ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലായെങ്കിലേ എന്താണെന്ന് യഥാർത്ഥം ഈ പരമാത്മാവ് എന്താണെന്ന് നമ്മൾ അറിയുള്ളൂ. സാധാരണ എല്ലാവരും വിഗ്രഹം പുഷ്പമാണ്, ആ പുഷ്പം അതാണെന്നുള്ള രീതിയിലാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അത് ഭഗവാൻ അതിൽ പറയുന്നുണ്ട്. നമുക്കത് വായിക്കാം. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ശ്രീകൃഷ്ണ മുകുന്ദ, വെണ്ണ തരാം ശ്രീകൃഷ്ണ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ശ്രീകൃഷ്ണ മുകുന്ദ, വെണ്ണ തരാം ശ്രീകൃഷ്ണ. ഈ ശ്രീകൃഷ്ണ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് എത്ര പേർക്കാണ് ഇത് പരബ്രഹ്മമാണെന്ന് അറിയുന്നത്? നമ്മളൊരു അപ്പോൾ ഭഗവാൻ അന്ന് അവതാരം എടുത്തു, ആ ശരീരം പോയി, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടോ അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തെ ചിന്തിക്കാനോ ഒരു വിഗ്രഹത്തെ വെച്ച് ആരാധിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് പരമാത്മാവ് ജഗദീശ്വരൻ ലോക പിതാവാണ് എന്ന് സങ്കല്പിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ രണ്ടെന്നുള്ള അവസ്ഥ വരത്തില്ലല്ലോ. ഇന്ന് പലരും എന്താ പറയുക, എനിക്ക് കൃഷ്ണനെയാണ് ഇഷ്ടം. ചിലർ പറയും എനിക്ക് കൃഷ്ണനല്ല, എനിക്ക് പരമശിവനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് അമ്മ ദേവി മഹാമായയാണ്, പരാശക്തിയാണ് എനിക്കിഷ്ടം. ഇങ്ങനെ വെക്കുമ്പോൾ എന്താ എൻ്റെ അർത്ഥം? പരബ്രഹ്മം ഒരുപാടുണ്ടെന്നല്ലേ, ഈശ്വരൻ ഒരുപാടുണ്ടെന്നല്ലേ. അപ്പോൾ ലോകപിതാവ് ഒരേ ഒരു നിഷ്കള ബ്രഹ്മമാണ്. അപ്പോൾ അത് തന്നെയാണ് സർവത്തിൽ നിന്ന് ഉള്ളിൽ. അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സഗുണോപാസന അങ്ങ് മാറ്റിയിട്ട് അതൊക്കെ മേലേ പോകണമെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അതാണ് ഈ ഭാഗവതത്തിൽ ഇപ്പോൾ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളെല്ലാം അതാണ്. അപ്പം നമ്മളത് ഈ സഗുണോപാസന കൊണ്ടിരിക്കുക നമ്മളെല്ലാവരും. ഇടയ്ക്കിടയ്ക്ക് ലക്ഷത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു 1000-ൽ 1 കാണൂ, അല്ലാതെ ലോകപിതാവായ ജഗദീശ്വരനെ സർവത്തിലും കാണണം.
കൃഷ്ണനായാലും മുരുകനായാലും അയ്യപ്പനായാലും ഭഗവാൻ പരമേശ്വരനായാലും മഹാവിഷ്ണു നാരായണൻ എല്ലാം എന്താണ്? ആ പരമേശ്വരനാണ്, ലോകനാഥനാണ്, അത് ശിവമാണ്, പരമശിവനാണ്, അത് ചൈതന്യമൂർത്തിയാണ്, അരൂപിയാണ്, അത് ശിവമംഗളമാണ്. ഇങ്ങനെ നമ്മൾ സർവത്തിലും ഒരു അണു തൊട്ട് ബ്രഹ്മാവ് വരെയും ആ പരബ്രഹ്മമാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ രണ്ടെന്നുള്ളത് വരുമോ? എനിക്ക് അതാണ് ഇഷ്ടം, ഇതാണ് ഇഷ്ടം എന്ന് പറയുമോ? ചില എത്രയോ പേര് പറയും എനിക്ക് ശിവനെയാണ് ഇഷ്ടം. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കൃഷ്ണൻ അതല്ലെന്നല്ലേ? ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു അതല്ലെന്നല്ലേ? ഈശ്വരൻ അല്ലെന്നല്ലേ? ഭഗവാനെ ഇന്നാരെ ഇഷ്ടമെന്ന് പറയുമ്പോഴേ മറ്റേ അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ശിവനെ ഇഷ്ടമല്ലെന്നാ. പരമശിവനെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പരമശിവനെ ഇഷ്ടമല്ല എന്നാ. കാരണം ലോകപിതാവാണ് സർവ്വതും. അപ്പോൾ അവിടെ നാരായണനെന്നോ പരമേശ്വരനെന്നോ രണ്ടില്ലാത്ത അവസ്ഥയാണ്. സർവ്വതും ഭഗവാൻ പരമേശ്വരൻ തന്നെയാണെന്ന് ഉൾക്കാഴ്ച ഉണ്ടാകണമെങ്കിൽ നമുക്കിത് നന്നായി പഠിച്ചതായി തീരുമ്പോഴാണ് അതാ നമുക്ക് നമ്മളിത് വായിക്കുന്നത്. നമുക്കിന്ന് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം. നമുക്ക് ഏകാദശ സ്കന്ധം ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശം നമ്മൾ കുറച്ച് മേല് കയറ്റി വായിക്കാം. നല്ല സത്വമാം ഗുണം അതിനു മേലേ നിൽക്കും നിർഗുണ ബ്രഹ്മം ഗുണാതീത അവ്യയത്തിങ്കിൽ സഗുണം പോക്കി നിർഗുണഭേദം തള്ളി നിൽക്കുമ്പോൾ ഗുണമെല്ലാം ദോഷമായി വന്നുകൂടി. നമുക്ക് നിർഗുണാവസ്ഥ എത്തുന്നൊരു വ്യക്തിക്ക് എന്ത് വരും? സഗുണോപാസന എന്ന് പറയുന്നതാണ് ഇവിടെ തള്ളി എന്ന് പറയുന്നത്. കാരണം നമ്മൾ കുട്ടിനാളിൽ കഴിച്ച ആഹാരങ്ങൾ ഇച്ചിരി പ്രായം കഴിയുമ്പോൾ നമുക്ക് അത് വേണ്ടാന്ന് തോന്നും. വേറെ പുതിയ പുതിയ നല്ല നല്ല അതിനേക്കാൾ ഉപരിയുള്ള ആഹാരങ്ങൾ കിട്ടുമ്പോൾ പണ്ട് കുട്ടിനാളിൽ കഴിച്ച ആഹാരം ദോഷമായി കണ്ടു. അതിൻ്റെ അർത്ഥം എന്താ? ദോഷമായിരുന്നോ അന്ന്? അത് സന്തോഷമായിട്ട് നമ്മൾ കഴിച്ചതായിരുന്നു. കുട്ടിനാളിൽ എന്ത് സ്വാദോടുകൂടി നമ്മൾ ആ പുട്ടോ പഴമോ അല്ലെങ്കിൽ പപ്പടോ പയറോ ഒക്കെ നമ്മളിട്ട് പുട്ടൊക്കെ തിന്നിട്ടുണ്ട്. അത് ദോശ ഇതൊക്കെ അന്ന് സന്തോഷമായിരുന്നു. എന്നാലോ ഒത്തിരി പ്രായം കഴിഞ്ഞപ്പോൾ അത് ദോഷമായി വന്നുകൂടി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും മുകളിലേക്ക് നല്ല അമൃതാകുന്ന ആഹാരം അതിനേക്കാളും കിട്ടിക്കഴിഞ്ഞു. അത് കിട്ടിയാൽ പിന്നെ മറ്റത് വേണോ? അതിപ്പം ദോഷമായി വന്നു. ഇതുപോലാണ് ഇന്ന് പ്രാർത്ഥന. ഭഗവാനെ എന്താ പറയുക, നിർഗുണോപാസകൻ എന്ത് ചെയ്യുന്നു? സഗുണത്തിനെ തള്ളും. എന്താ? രൂപത്തെ വേണ്ടാതായി. എന്തുകൊണ്ടാണ്? ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന പരമാത്മ ചൈതന്യ വസ്തുവാണ് ജഗദീശ്വരൻ, ലോകപിതാവെന്ന് എന്ന് ഉൾക്കാഴ്ച സാക്ഷാത്കരിച്ചു. അപ്പോഴാണ് ഈ അമ്പലത്തിൽ മാത്രമെന്ന് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന വിഗ്രഹത്തെ നമുക്ക് വേണ്ടാതെ തോന്നുന്നത്. അതാണ് ദോഷം എന്ന് പറയാം. ദോഷം എന്ന് പറയാം അത് വേണ്ട, അതിന് ആവശ്യമില്ല എന്ന് കണ്ടതുകൊണ്ടല്ല. അല്ല, അത് ദോഷം ഒരു പാപമായിട്ടല്ല തള്ളുന്നത്. അന്ന് നമുക്ക് അതിനെ ഉൾക്കൊള്ളാനേ കഴിഞ്ഞുള്ളൂ. ഒരു വിഗ്രഹത്തിലേക്ക് മാത്രം നോക്കി ചിന്തിക്കാനേ നമുക്ക് അന്ന് അറിവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നിർഗുണത്തിലേക്ക്, സഗുണത്തിൽ നിന്നെല്ലാം മേലേ പോകുന്നൊരു ഭക്തൻ, ഒരു ജ്ഞാനി, ഒരു ബുധൻ സർവത്തിലും ബ്രഹ്മത്തെ കാണുന്നു. ലോകപിതാവിനെ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നു തന്നിലും സർവത്തിലും എന്ന് കണ്ടാൽ പിന്നെ മറ്റത് തള്ളും. ആ വിഗ്രഹത്തെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല ഭഗവാൻ ഒതുങ്ങിക്കൂടുന്നത്, അത് വെറും പുഷ്പമെന്ന് മനസ്സിലാക്കും. പുഷ്പം ഇന്ന് ജനങ്ങളെല്ലാം പുഷ്പത്തെ ഫലമെന്ന് കാണുന്നുകൊണ്ടാണ് ഈ കുഴപ്പം. എന്നാൽ പുഷ്പം ഫലമല്ല. പരബ്രഹ്മം എന്ന് പറയുന്നത് ഒരു പുഷ്പത്തിനെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. ഒരു മുറിക്കകത്ത് ഉള്ളിലിരിക്കുന്ന ഒരു ലോകപിതാവിനെ അങ്ങനെ ഒരു മുറിക്കകത്ത് വെച്ച് വിഗ്രഹത്തിൽ കൊള്ളുന്നതല്ലത്. അതിനെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ് സർവത്തിലും നിറഞ്ഞിരിക്കുന്നു, തന്നിലും, അത് നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന പരമാത്മ ചൈതന്യമാണ് ജഗദീശ്വരൻ, ലോകനാഥൻ, ലോകപിതാവ്, അരൂപിയായിരിക്കുന്ന പരബ്രഹ്മ നിഷ്കള വസ്തു ആണെന്ന് നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കുമ്പോഴാണ് ഈ പണ്ടത്തെ പുട്ടും പയറും നമുക്കിപ്പോൾ വേണ്ട, അല്ലെങ്കിൽ വിഗ്രഹാരാധന നമുക്ക് വേണ്ട, അത് ദോഷമായി വന്നുകൂടി. ഇതാണ് അതിൻ്റെ സത്യം. അത്രയേ ഉള്ളൂ. അത് ഭഗവാൻ പരമാത്മാവിന് യാതൊരു കെറുണ്ടെന്ന് തോന്നരുത്. ചിലർ വിചാരിക്കും അയ്യോ അങ്ങനെ തള്ളാമോ, അങ്ങനെ പറയാമോ എന്ന് തോന്നി. പക്ഷേ അത് സാക്ഷാൽ പരബ്രഹ്മമാണല്ലോ. ആ പരബ്രഹ്മത്തെ നമ്മൾ സത്യമായിരിക്കുന്ന ഈ ജഗദീശ്വരനെ എല്ലായിടം നിറഞ്ഞിരിക്കുന്നതായിട്ടില്ലേ നമ്മൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഭഗവാൻ എന്തൊരു സന്തോഷമാണ്. യഥാർത്ഥ ജ്ഞാനി ആയതുകൊണ്ട് സന്തോഷം. എന്നെ യഥാർത്ഥമായ ഭക്തനെ അറിഞ്ഞല്ലോ, അത്ര പരമാനന്ദമായി അറിയുമ്പോൾ ഭഗവാൻ എന്തൊരു സന്തോഷമാണ് ആ പരംപിതാവിന്. അല്ലാതെ ഒരു പുഷ്പം പോലെ ഒരു ശകലേ എന്തോ ആണെന്ന് നമ്മൾ ഉൾക്കൊള്ളാന്ന് എത്ര തെറ്റാ അത്. അങ്ങനെയുള്ള ജഗദീശ്വരനാണോ?
ഈ അഖണ്ഡം മൊത്തവും നിലനിൽക്കുന്ന ആ പരബ്രഹ്മത്തിലല്ലേ. അതുകൊണ്ട് ഇത് എന്താ പറയുക, നല്ല സത്വമാ ഗുണം അതിന് മേലേ നിൽക്കും നിർഗുണ ബ്രഹ്മം. അപ്പോൾ സത്വഗുണത്തിനൊക്കെ മേലേ നിൽക്കുകയാണ് ഈ പരബ്രഹ്മം. അത് മനസ്സിലാക്കണം. ഗുണ അതീത അവ്യത്തിങ്കിൽ സഗുണം പോക്കണം. സഗുണോപാസന വിഗ്രഹാരാധനയാണ്. നമുക്ക് അങ്ങനെ ഒരു കുഞ്ച് ഈശ്വരനെ അല്ല നമുക്ക് ആവശ്യം. ലോകം നിറഞ്ഞ പരബ്രഹ്മത്തെയാണ് നമുക്ക് ആവശ്യം എല്ലാത്തിലും. അതായത് ഇവിടെ ഇതെന്ത് വരുമെന്നറിയാമോ? കൃഷ്ണ വിഗ്രഹത്തെ കാണുന്നവർക്ക് തോന്നി കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, എനിക്ക് കൃഷ്ണനാ ഇഷ്ടം, എനിക്ക് കൃഷ്ണ ഭഗവാൻ മാത്രം മതി. അപ്പോൾ കുറച്ച് പേരും തരും ശിവഭഗവാൻ മതി, എനിക്ക് ശിവനേ ഇഷ്ടം. ഇങ്ങനെ പലതായി കാണുന്ന ഒരേ ഒരു ബ്രഹ്മത്തെ അങ്ങനെ പലതായി കാണാൻ പറ്റുന്നൊരു കാര്യമാണോ? എന്തുകൊണ്ടാണ്? അജ്ഞാനം, അറിവില്ലായ്മ. ഈ ജഗദീശ്വരൻ ഏകനാണ്. അത് കൃഷ്ണ വിഗ്രഹത്തിനകത്തായാലും ശിവവിഗ്രഹത്തിനായാലും സർവത്തിലും ലോകത്തിലെല്ലാ സർവ്വ ചൈതന്യ എല്ലാ ജീവജാലങ്ങളിലും ആ ചൈതന്യമൂർത്തി ഉണ്ടെന്നുള്ള അറിവ് വന്നാൽ ഇങ്ങനെ വരൂ. ശിവൻ മാത്രമാണ് ദൈവമെന്നും പരമാത്മാവായ കൃഷ്ണൻ മാത്രമാണ് ദൈവമെന്നും ഇങ്ങനെ തർക്കിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കൂ? എല്ലായിടവും എവിടെ ചെന്നാലും എല്ലാത്തിലും അതാണെന്ന് ഉൾക്കൊള്ളണ്ടേ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കണം. അപ്പോൾ സഗുണം പോക്കി ഗുണാനിർഗുണ ഭേദം തള്ളി നിൽക്കുമ്പോൾ ഗുണമെല്ലാം ദോഷമായി വന്നുകൂടി. അപ്പോൾ കുട്ടിനാളിൽ കഴിച്ച കഞ്ഞിയോ പിന്നെ തണുത്ത ചോറോ അല്ലെങ്കിൽ പുട്ടോ പപ്പടോ ഇതൊക്കെ നമുക്ക് വേണ്ട. എന്താ കാരണം? അതൊക്കെ മേലെ നല്ല ആഹാരം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് അതൊക്കെ ആ ഗുണങ്ങളൊക്കെ അന്ന് ഗുണമായിരുന്നു. അന്ന് നമുക്ക് അമ്പലത്തിലെ വിഗ്രഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പോയി തൊഴുവാനും എടുക്കാനും ഭയങ്കര ആഗ്രഹവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും മേലെ അമൃതം അങ്ങോട്ട് ചെല്ലുന്നു. ആ പരമജ്ഞാനമായിരിക്കുന്ന അമൃത്, ആ ചൈതന്യം നമ്മൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ പിന്നെ മറ്റതിനെ ആവശ്യമുണ്ടോ? പണ്ടത്തെ പുട്ടും പയറും വേണോ? അതിനേക്കാൾ നല്ല ആഹാരം കിട്ടുമ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അന്നത്തെ ആഹാരം ഗുണമായിരുന്നു അല്ലെന്നല്ല, അതിനേക്കാളും കിട്ടുമ്പോൾ പിന്നെ എന്ത് വേണം? അത് വേണോ? അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സഗുണം പോക്കി ഗുണാനിർഗുണഭേദം തള്ളി നിൽക്കുമ്പോൾ ഗുണമെല്ലാം ദോഷമായി വന്നുകൂടി. അന്ന് കണ്ട ഗുണങ്ങളൊക്കെ നമുക്ക് വേണ്ട. അന്നത്തെ കഞ്ഞിയും പയറും പുപ്പടവും ഒന്നും നമുക്ക് വേണ്ട. അതൊക്കെ ഇപ്പം നമുക്കത് ദോഷമാണ്. എന്താ ദോഷം? അതിനേക്കാളും ഗുണം കിട്ടുന്നു, അതുകൊണ്ടാണ് ദോഷമായത്. ഇക്കണക്കെങ്കിൽ ഗുണമെല്ലാമേ ദോഷമല്ലോ. ഇങ്ങനെ നോക്കുമ്പോൾ അന്ന് കണ്ട ഗുണങ്ങളെല്ലാം ഇപ്പോൾ ദോഷമായി മാറി. ആകയാൽ ഗുണം വിവേചിച്ച് നോക്കുന്ന നേരം ഏകമാം. അങ്ങനെ നമ്മൾ ഗുണം വിവേചിച്ച് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. അങ്ങനെ നോക്കുമ്പം ഏകമാണ്. അപ്പോൾ ഏകമായ ദൈവത്തെ, പരബ്രഹ്മത്തെ നമ്മൾ ശിവനിലും കൃഷ്ണനിലും വേറെ 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 കാണുന്നത് എന്തൊരു മണ്ടത്തരമാണ്. വിവേചിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം ഏകമായ ദൈവം, പരബ്രഹ്മം ഏകമാണ്. ലോക പിതാവ്, അതിന് തലയ്ക്ക് വേറൊരു പിതാവില്ല. ആ പിതാവിൻ്റെ ആണ് ബാക്കി ഇങ്ങോട്ടുള്ള സർവ്വ അവതാരങ്ങളും എല്ലാം. അപ്പോൾ നമ്മൾ എന്തായി മനസ്സിലാക്കണം? ഈശ്വരൻ ജഗദീശ്വരൻ ഏകനാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഏകമാം ഗുണദോഷം രണ്ടില്ലെന്നറിയുമ്പോൾ ഈ ഗുണവും ദോഷവും രണ്ടില്ലെന്ന് നമ്മൾ അറിയും. എങ്ങനെ അറിയും? മനസ്സിലാക്കും. ഇതൊക്കെ പഠിക്കുമ്പോൾ ഈ സഗുണോപാസന എന്ന് പറഞ്ഞാലും നിർഗുണോപാസന എന്ന് പറയുന്നത് നിർഗുണത്തിൽ എത്തുന്നൊരു വ്യക്തിക്ക് രണ്ടും ദോഷമല്ല. അന്നത്തെ പുട്ടും പയറും ദോഷമൊന്നുമല്ല. അത് ഇന്ന് കിട്ടിയാൽ നമ്മൾ കഴിക്കുകയും ചെയ്യും, അതിന് തള്ളിക്കളയുമല്ല. അതും പരമാത്മാവ് ഈ നിർഗുണ ബ്രഹ്മത്തിലെത്തി ലോകം നിറഞ്ഞിരിക്കുന്ന വസ്തു ചൈതന്യം തന്നെയാണ് ഈ പുട്ടിലും പയറിലും അല്ലെങ്കിൽ ആ വിഗ്രഹത്തിലും എന്ന് നമ്മൾ അതാണ് ഇവിടെ ഏകമാം ഗുണദോഷം രണ്ടില്ലെന്നറിയുമ്പോൾ ഗുണദോഷങ്ങൾ ചിന്തിച്ചത് രണ്ടിൻ്റെ ഭേദം തനിയേ അതുകളാൽ തന്നെ പോകുകയും ചെയ്യും. ഇങ്ങനെ നമ്മളിതിൻ്റെ ഭേദം മനസ്സിലാക്കുമ്പോൾ ഒരു നിർഗുണാവസ്ഥ സഗുണത്തിൽ നിന്ന് കരയ്ക്ക് മുകളിലോട്ട് പോയവർക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. അല്ലാത്തവർക്ക് എന്തറിയാൻ? അജ്ഞാനികളല്ലേ, ഇത് പഠിക്കത്തില്ല. ഈ ജ്ഞാനം ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. എപ്പോഴും വിഗ്രഹത്തെ തന്നെ ചിന്തിച്ചിരിക്കുന്നുണ്ട്. ഇത് ഭഗവാൻ തരുന്ന ഉപദേശം ഇത് ഗ്രന്ഥത്തിലിരുന്നാൽ മതിയോ? ഇത് മനസ്സിലാക്കണ്ടേ? ആക്കിയെങ്കിലല്ലേ നമുക്കിത് തിരിച്ചറിവുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ഗുണദോഷം രണ്ടില്ലെന്നറിയും ആരാണ്? ഒരു ജ്ഞാനി, ഒരു ബുധൻ. അങ്ങനെ അറിയുമ്പോൾ അത് ഏകമാണ്. അപ്പോൾ ഭഗവാനെ, കൃഷ്ണ, പരമശിവനെ, ലോകമാതാവേ, ലോകപിതാവേ, അല്ലെ അയ്യപ്പ, മുരുക, എന്ത് നാമത്തെ നമുക്ക് വിളിച്ചുകൂടാ? എല്ലാം ആരാണ്? ഒരേ ഒരു ഏകമല്ലേ, ഒരേ ഒരു വസ്തുവല്ലേ? അവിടെ രണ്ടുണ്ടോ? അതുകൊണ്ട് ഏകമാം ഗുണദോഷം രണ്ടില്ലെന്ന് അറിയുമ്പോൾ ഗുണദോഷങ്ങൾ ചിന്തിച്ചത് രണ്ടിൻ്റെ ഭേദം തനിയേ അതുകളാൽ തന്നെ പോകുകയും ചെയ്യും. നമുക്കിതിൻ്റെ വ്യത്യാസം ഇങ്ങനെയുള്ളവർക്ക് തനിയേ അതങ്ങ് മാറും.
അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ഇത് രണ്ടല്ല. ലോകം നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഒന്നേ ഉള്ളൂ. ആ ഒന്ന് തന്നെയാണ് സർവത്തിലും. അത് എന്നിലും നിന്നിലും സർവ്വ ജീവജാലങ്ങളിലും ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ചൈതന്യമാണ്. അതാണ് ജഗദീശ്വരൻ, ലോകപിതാവ് എന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് ഈ ഒരു അറിവില്ലായ്മ നമ്മൾ കാണിക്കൂ. ഇന്ന് ലോകം മൊത്തവും ആരാധനകൾ എന്തിനു വേണ്ടിയാ? ഈ ജീവിത സുഖത്തിന് വേണ്ടി, ഈ ലോക ജീവിത സുഖത്തിന്, ശരീരത്തിന് വേണ്ടിയുള്ള ഓരോ ആഗ്രഹങ്ങൾ നിറവേറാനാണല്ലോ നമ്മളിന്ന് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും പൂജ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതേ ഉള്ളൂ അവർക്ക് ആവശ്യം. നാം ആരാണെന്നുള്ള അറിവ് അവർക്ക് വേണ്ട. നമ്മൾ എവിടുന്ന് വന്നു, എവിടേക്ക് പോകണം, നമ്മൾ ആരാണ്, എവിടുന്ന് വന്നതാണെന്നും നമ്മുടെ പിതാവ് ആരാണെന്നും തിരിച്ചറിയേണ്ട കാര്യമില്ല. അവർക്ക് ഈ ജീവിത സുഖം മാത്രം മതി. അതുകൊണ്ടാണ് വിഗ്രഹാരാധനയെ കൊണ്ട് ഇങ്ങനെ നടക്കുന്ന മരണം വരെയും എന്താണ് അമ്പലവും വിഗ്രഹവും അതേ അറിയൂ. അതുകൊണ്ട് എങ്ങനെയെന്നാൽ കർപ്പൂര ദീപം പോലെ ഗുണചിന്തനാൽ ഗുണം ഒപ്പമായി നിർഗുണാത്മമയമായി പോയിടുന്നു. ആത്മമയമായി മാറും. കർപ്പൂരവും ദീപം, അതായത് കർപ്പൂര ദീപം എങ്ങനെയാ? കർപ്പൂരത്തിൽ അഗ്നി കൊണ്ട് കത്തിക്കുമ്പോൾ അത് ഒന്നായി മാറും, അത് രണ്ടായിട്ടല്ല. അതാണ് കർപ്പൂര ദീപം പോലെയാണ് ഗുണചിന്തനാൽ ഗുണം ഒപ്പമായി നിർഗുണാത്മമയമായി പോയിടുന്നു. അപ്പോൾ ഗുണം എന്ന് പറയുന്നത് സത്വത്തിനെ സത്വം കൊണ്ട് ഹനിച്ച് അതൊക്കെ മേലെ നിർഗുണാവസ്ഥ എത്തുന്ന ഒരു വ്യക്തി എന്ത് വരുന്നു? അങ്ങനെ ആയി കഴിയുമ്പോൾ ഈ സഗുണമെന്ന് പറഞ്ഞാലും നിർഗുണമെന്ന് പറഞ്ഞാലും അവർക്ക് കർപ്പൂര ദീപം പോലെ തന്നെ. അങ്ങനെ എത്തിക്കഴിഞ്ഞൊരു വ്യക്തിക്ക് സർവത്തിലും ബ്രഹ്മത്തെ കാണുമ്പോൾ നമ്മുടെ അജ്ഞാനമുണ്ടോ? ഈ സഗുണത്തിൽ മാത്രം നിൽക്കുന്നവർക്ക് നിർഗുണത്തിന് അജ്ഞാനം കൊണ്ട് അറിയില്ല. അറിയാത്തത് കൊണ്ടാണ്. നിർഗുണാവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അവർക്ക് അത് വേണ്ട. അതിനൊരു ഗുരുമുഖത്തു നിന്ന് പഠിക്കുകയും വേണ്ട, ഇത് വായിച്ച് നന്നായിട്ട് മനസ്സിൽ ഉൾക്കൊള്ളുകയും വേണ്ട. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് വിഗ്രഹാരാധനയേ ഉള്ളൂ, കൃഷ്ണൻ വിഗ്രഹത്തിൽ തന്നെയാണ്, എനിക്ക് കൃഷ്ണനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് പരമശിവനെയാണ് ഇഷ്ടം എന്ന് മാത്രം കൊണ്ടിരിക്കുന്നുണ്ടാണ്. അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ കർപ്പൂരവും അഗ്നിയും കത്തി കർപ്പൂര ദീപം പോലെ ഗുണചിന്തനാൽ ഗുണം. ഈ ഗുണത്തിന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രണ്ട് ഗുണവും നിർഗുണവും സഗുണവും എല്ലാം എന്തായി വരുന്നു? ഒപ്പമായി എന്തു വരും? നിർഗുണാത്മമയമായി. അപ്പോൾ അവിടെ സഗുണം മാറി. സഗുണം എന്താണ്? ആഗ്രഹങ്ങളാണ്, വിഗ്രഹത്തിനെ ആരാധിക്കുകയാണ് സഗുണോപാസന. അവിടെ എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ പോയെങ്കിലും വിഗ്രഹത്തെ കണ്ടേ അവർക്ക് ആരാധന വരത്തുള്ളൂ. വീട്ടിലിരുന്നാലും ചിന്തിക്കും അമ്പലത്തിലെ ദൈവത്തെ, അവിടെയാണ് ഉള്ള മനസ്സ് അവിടേക്ക് പോകും. വീട്ടിലോ നമ്മുടെ ഉള്ളത്തിലോ നമുക്ക് അറിയില്ല. ഈ ലോകം മൊത്തം നിറഞ്ഞിരിക്കുകയെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വിഗ്രഹത്തെ തന്നെ ചിന്തിച്ചിരുന്നാണ് നമ്മൾ വീട്ടിലായാലും നാമം ചൊല്ലുമ്പോൾ അക്കരെ അമ്പലത്തിലെ ഭഗവാനെ കൃഷ്ണ അല്ലെങ്കിൽ അയ്യപ്പ എന്ന് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് കാണും. അത്രയേ ഉള്ളൂ. തന്നെ കാണാനും അറിയില്ല. ഈ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന സർവ്വത്തിലും ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ നിൽക്കുന്ന അകവും പുറവും ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവിടെ കർപ്പൂരം കത്തുന്ന ഒന്നാകുന്നത് പോലെയാണ് ഈ നിർഗുണം. എന്താണ്? അരൂപിയായിരിക്കുന്ന, വികാരങ്ങളില്ലാത്ത, എന്ന് വെച്ചാൽ രൂപമില്ലാത്ത ഒരു പരബ്രഹ്മമാണ് നിർഗുണം എന്ന് പറയുന്നത്. അത് ഗുണത്തിന് അതീതനാണ്. അതുകൊണ്ട് ഒപ്പമായി, എന്തൊപ്പമായി? കർപ്പൂരവും അഗ്നിയും കത്തുമ്പോൾ എങ്ങനെ ഒന്നാകുന്നു അതുപോലെയാണ് ഒപ്പമായി നിർഗുണ ആത്മമയമായി പോയിരുന്നത്. ആത്മമയമാണ്. എല്ലാത്തിലും സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ്, പരമാത്മാവാണ്. സമമാകുന്ന കർമാചരണത്തെങ്കിൽ ഒരു കർമ്മദോഷങ്ങൾ ഏതുമില്ലെന്നതറിയണം. ഇങ്ങനെ സർവത്തിലും എന്തിലും സമമായി കാണണം. സർവത്തിലും അവിടെ കൃഷ്ണരൂപത്തിലായാലും പരമേശ്വരൻ്റെ രൂപത്തിലായാലും നമ്മുടെ ഏത് ജീവജാലങ്ങളിലായാലും സസ്യങ്ങളിലായാലും എന്ത് സമമായി കാണണം. സമമാകുന്ന കർമാചരണത്തെങ്കിൽ ഒരു കർമ്മദോഷങ്ങൾ ഏതുമില്ലെന്നത് അറിയണം. അങ്ങനെ നമുക്ക് സമമായി കണ്ട ഒരു ദോഷവുമില്ല. ഗുണങ്ങൾ തന്നാൽ ഗുണോൽപത്തിയും ഗുണോത്സംഗം ഗുണനാശത്താൽ അധപ്പതനം അതും തന്നാൽ ഏതൊന്നാലെന്നാകിലും അതിൽ നിന്ന് മേലേ ചേതസി സർവം നിവർത്തിച്ചിരിക്കണം താനും. അതായത് ഈ പറയുന്ന ഗുണത്തിനും മേലേ നിവർത്തിക്കണം നമ്മൾ. അങ്ങനെ എത്തുന്ന ഒരു വ്യക്തി, ഒരു ജ്ഞാനി മനസ്സിൽ നിന്ന് സർവം നിവർത്തിച്ചിരിക്കണം. അവിടെ സത്വം അസത്വമൊന്നും ഇല്ല. പരമാത്മാവിന് ഇപ്പം നമുക്ക് ഒരു അച്ഛനും അമ്മയ്ക്കും 2 or 4 മക്കളുണ്ടെന്നിരിക്കട്ടെ. ഈ മക്കൾ 4 മക്കളുണ്ട്. 4 മക്കൾ ഒരേ സ്വഭാവം ആവത്തില്ലല്ലോ. ചില മക്കൾക്ക് സത്വ ഗുണമായിരിക്കും, ചിലർക്ക് തമോ ഗുണമായിരിക്കും. അത്രമാത്രം തമോ ഗുണത്തിൽപ്പെട്ട് വിഷമിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ തന്തയ്ക്ക് തള്ളയ്ക്കും അത് മക്കളല്ലാതെ വരത്തില്ല.
ഈ 4 മക്കളെയും അച്ഛനും അമ്മയും സമമായി തന്നെ കാണും. അതുപോലെ തന്നെയാണ് ഇവിടെ പരബ്രഹ്മം. നിഷ്കള പരബ്രഹ്മ വസ്തുവിൻ്റെ സന്തതികളാണ് എല്ലാ ജീവജാലങ്ങളും, നമ്മളെല്ലാവരും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരുത്തൻ കൊള്ളില്ലെന്നോ, ഒരുത്തൻ ദുഷ്ടനാണെന്നോ, ഒരുത്തൻ അധമനാണെന്നോ, ഒരുത്തൻ ഉത്തമനാണെന്നോ ഒന്നും പരമാത്മാവിനും ഒരു വ്യത്യാസവും ഇല്ല, സമമാണ്. അതുപോലെയാണ് ഒരു ജ്ഞാനിക്കും ആ ലെവല് വരണം. ഇവിടെ നിവർത്തിക്കണം സർവ്വതും. ഏതൊന്നാൽ എന്നാകിലും അത് അതിൽ നിന്ന് മേലേ ചേതസി, സർവവും നിവർത്തിച്ചിരിക്കണം താനും. അങ്ങനെ എല്ലാം ഒന്നായി കാണുന്ന ഒരു ജ്ഞാനിയാണ്. അഥവാ എന്ത് ചെയ്യണം? ഹരി തൻപതേ, ഹരി ഭഗവാന്റെ തൻപതേ നിന്നിട്ട് ആ സത്വം നിവർത്തിക്കും. പരമധർമ്മം നരന്മാർക്കിത് ക്ഷേമമല്ലോ. ഇത് പരമധർമ്മമാണ്. സർവത്തിനെയും നിവർത്തിക്കണം. അവിടെ ദുഷ്ടനെന്നും കള്ളനെന്നും കൊലയാളിയെന്നും ഒന്നും വേറുകൃത്യമില്ല മക്കളെ. സർവത്തിനെയും പരമാത്മാവിൻ്റെ സന്തതികൾ തന്നെയാണ്. എല്ലാവരും ഒന്നായി ഉൾക്കൊള്ളുന്ന അവസ്ഥയാണത്. അതേസമയം സഗുണോപാസനക്കാർ അങ്ങനെ അല്ല. ഞാനിപ്പോൾ അത് പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് സജ്ജന സംസർഗം നമുക്ക് വേണം, ദുർജനങ്ങളോട് കൂട്ടുകൂടിക്കൂടാ. എന്താ ഈ ലെവൽ എത്തണമെങ്കിൽ നമുക്ക് പഠിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അതായത് കുട്ടിനാളിൽ നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചതാണോ പിന്നെ 2-ലും 3-ലും 10-ലൊക്കെ പഠിക്കുന്നത്? വൃക്ഷത്തിനെയൊക്കെ കണ്ട് പടങ്ങൾ കണ്ട് പഠിച്ച് ഇരിക്കുന്നത് പിന്നെ നമുക്കത് വേണോ? അതുകൊണ്ട് അത് എല്ലാവരെയും ഈ യഥാർത്ഥമായ ജ്ഞാനം വന്നാൽ, അതായത് വൃക്ഷം ഇന്നതാണ്, തെങ്ങ് ഇന്നതാണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പടം നമുക്ക് ആവശ്യമില്ല. അതുപോലെ ഭഗവാന്റെ തൻപതേ നിന്നിട്ട് ആ സത്വം, ഈ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളെ ഒന്നായി തന്നെ കാണുക. അവിടെ അസത്തെന്നും പറഞ്ഞ് ഒരു തമോ ഗുണമാണ്, അവൻ അന്ധനാണ്, അന്ധകാരത്തിൽ പിടിക്കുന്നവനാണ്, ദുഷ്ടനാണ് എന്നും പറഞ്ഞ് ഒരു അച്ഛനും അമ്മയും തള്ളിക്കളയത്തില്ല. അവനെ നന്നാക്കി എടുക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെ അസത്ത് നിവർത്തിക്കുമെന്ന അങ്ങനെ ഒരു അസത്വം അവിടെ ഇല്ല ഇങ്ങനെയുള്ള ജ്ഞാനിക്ക്. അതെന്താണ്? പരമധർമ്മം. അതാണ് യഥാർത്ഥമായ ധർമ്മം. ഭഗവാൻ പരമാത്മാവിൻ്റെ ഇത് നമുക്ക് തെളിയിച്ചു തരുന്നത് നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പം പരമധർമ്മമായി മാറി. ജഗദീശ്വരൻ്റെ അവസ്ഥ അതാണ്. എല്ലാ ജീവജാലങ്ങളെയും സർവത്തിനും വെയിലും വെള്ളവും വെട്ടവും പിന്നെ ചൂടും മഴ എല്ലാം ഒന്നുപോലെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പരമേശ്വരൻ ലോകപിതാവിന് ആരോടും വേറുകൃത്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പരമധർമ്മമാണ്. നരന്മാർക്ക്, മനുഷ്യർക്ക് ഇത് ക്ഷേമമല്ലോ, ഇതാണ് നന്മ. ശോകമോഹാദി ഭയം ഒക്കെ അതിനാലേ അങ്ങനെ ആരാണ് ഇങ്ങനെ ആകുന്നത്? ഈ ഒരു ബ്രഹ്മജ്ഞാനി പരമാത്മാ ലയം പ്രാപിച്ച ഒരു ജ്ഞാനിക്ക് എന്താണ്? അയാൾക്ക് ശോകങ്ങളോ മോഹങ്ങളോ ഭയമോ ഒന്നുമില്ല. എല്ലാം ദൂരെ പോകും. കാരണം അദ്ദേഹത്തിന് എന്താ? എല്ലാം ബ്രഹ്മമയമാണ്. അതായത് ഇപ്പോൾ ആത്മമയമായി തീർന്നാണ് വായിച്ചില്ലേ നമ്മൾ? സർവ്വതും എന്താണ്? ഹരി തൻപതേ നിന്നിട്ട് അസത്വം നിവർത്തിക്കും. പരമധർമ്മം നരന്മാർക്ക് ക്ഷേമമാണ്. അപ്പോൾ എല്ലാം ഇത് ആത്മമയമായി തന്നെ ഭഗവാനായിട്ട് തന്നെ സർവത്തിനെയും നമ്മൾ കാണും. തന്നിൽ തന്നെ, അതായത് അങ്ങനെ ജ്ഞാനിയുടെ ഉള്ളത്തിലും എല്ലാവരുടെ ഉള്ളത്തിലും അകവും പുറവും ആ പരബ്രഹ്മമാണെന്ന് നമ്മൾ തിരിച്ചറിവുണ്ടാകുമ്പോൾ അത് അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തുവരും? ശോകമോഹാദി ഭയം. ശോകങ്ങളും ദുഃഖദുരിതങ്ങളോ ഭയമോ മോഹങ്ങളോ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ദേഹത്തെ പോലും അദ്ദേഹം നോക്കത്തില്ല ഇങ്ങനെ ബ്രഹ്മജ്ഞാനി. കാരണം എപ്പോഴും സർവത്തിന് സമമായ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയപ്പാടില്ല, മോഹങ്ങളില്ല, ശോകമില്ല. ശോകാദി ഗുണത്തെ ഉണ്ടാക്കുന്നു വിഷയങ്ങളാൽ ഗുണാരോപമായി പുമാന്മാർക്ക് ദോഷമാ ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു സംഘം. അങ്ങനെ ശോകാദി ഗുണത്തെ ഉണ്ടാക്കുന്ന എങ്ങനെയാ? പരമധർമ്മം നരന്മാർക്കത് ക്ഷേമമല്ലോ. ശോകമോഹാദി ഭയം ഒക്കെ അതിനാലേ ശോകാദി ഗുണത്തെ ഉണ്ടാക്കുന്നു വിഷയങ്ങളാൽ ആരോപമായി പുമാന്മാർക്ക് ദോഷമാം ഗുണത്തിൽ നിന്ന്. ഇങ്ങനെ അല്ലാത്ത മനുഷ്യർക്ക്, വിഷയങ്ങളിൽ തന്നെ ചേർന്ന് നിൽക്കുന്ന ജനങ്ങൾക്ക്, അതായത് ഇപ്പം വിഗ്രഹാരാധന എങ്ങനെയുള്ളവർക്കാ? എനിക്കത് വേണം ഭഗവാനെ, എനിക്ക് എൻ്റെ കുഞ്ഞിനും എൻ്റെ വീട്ടിനും എനിക്ക് സുഖം കിട്ടണം, മറ്റുള്ളവർ എങ്ങനെയാണെന്നുള്ള ചിന്തയൊന്നുമില്ല, സമമൊന്നുമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇല്ല. എനിക്കും എൻ്റെ വീടും കുടുംബവും ഭാര്യയും മക്കളും,
അതാണ് വിഷയങ്ങൾ. ഈ ലോക ജീവിത സുഖങ്ങൾ അവർക്ക് വേണ്ടുന്ന. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് അത് എൻ്റേത്, അപ്പുറത്തെ വീട്ടിൽ അത് അവർ വേറെ, അവർക്ക് പട്ടിണിയായാലെന്താ, അവർക്കൊന്നും ഇല്ലല്ലോ, ഒരു വിഷമവും ഇല്ല. അപ്പോൾ നമ്മൾക്കെന്താ മമത. ഇങ്ങനെയുള്ള വിഷയങ്ങളാൽ ആരോപമായ മനുഷ്യർക്ക് പുമാന്മാർക്ക് ദോഷമാം ഗുണത്തിൽ നിന്ന് എന്ത് ഉത്ഭവിക്കുന്നു? സംഘം ഉണ്ടാകുന്നു, കെട്ടുകൾ. എൻ്റെ മമത, എൻ്റെ കുട്ടി, എൻ്റെ ഭാര്യ, എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, എൻ്റെ ധനം, ഇങ്ങനെയുള്ള മമതയാണ് ഇവിടെ സംഘം. ഇതെന്താ കാരണം? ഇതൊന്നും രണ്ടെന്നുള്ളത്, ഞാനെന്നും നീ എന്നുള്ള അവസ്ഥ. അതേസമയം ഒരു ജ്ഞാനിക്ക് നിർഗുണത്തിലെത്തിയ ആ പരമാത്മാ ചൈതന്യം പ്രാപിച്ച ആ സാക്ഷാത്കാരം നേടിയ ഒരു ബ്രഹ്മജ്ഞാനിക്ക് എല്ലാവരും സമമാണ്. എല്ലാത്തിനും ആരാ ഉള്ളത്? പരമാത്മാവാണ്. എല്ലാം പരമാത്മാവിൻ്റെ സന്തതികളാണ്. അങ്ങനെ കാണാനാണ് ഒരു ബ്രഹ്മജ്ഞാനിയാകുക. അവർക്കാണ് അങ്ങനെ. അല്ലാത്തവർ ഈ സഗുണോപാസന വിഗ്രഹത്തിൽ തന്നെ എന്ന് വെച്ചാൽ എന്താ, എനിക്ക് ജീവിക്കണം, എൻ്റെ ജീവിതം നന്നായിരിക്കണം എന്ന് പറയാനാണ് അർച്ചന കഴിക്കാനും പൂജ കഴിക്കാനും ഇതിനൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ ഉള്ളവർക്ക് സംഘമാണ്. അവർക്ക് വിഷയങ്ങളാൽ ആരോപമായ പുമാന്മാർക്ക് ദോഷമാം ഗുണത്തിൽ നിന്നുണ്ട് ഉണ്ടാകുന്നു, ഉത്ഭവിക്കുന്നു, സംഘം ഉണ്ടാകുന്നു. സംഘത്തിൽ നിന്നുണ്ടാകുന്ന കാമം ജനിക്കുന്നു. അപ്പം കൂട്ടുകുടുംബം എൻ്റെ എന്നുള്ള മമത വരുമ്പം എന്തും വേണം വേണം വേണം, എല്ലാവരെക്കാളും മെച്ചമാകണമെന്ന് പറഞ്ഞിങ്ങനെ സംഘപ്പെട്ടിരിക്കുമ്പോൾ ആ സംഘത്തിൽ ചേർന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ കൊണ്ടാണ്. ആഗ്രഹം വന്ന് മൂത്ത് കാമമായി മാറും. അതാണ് സംഘത്തിൽ നിന്ന് കാമം ഉണ്ടായി. കാമത്തിൽ നിന്ന് എന്ത് വരും? കാമം. ഈ കാമം എന്താ? അത് നമുക്ക് സഫലമാകാതെ, അത് നമുക്ക് നേടാതെ വരുമ്പോൾ കലി ഉണ്ടാവും, ദേഷ്യം. എനിക്കിതൊന്നും പറ്റിയില്ല എന്ന് പറയുമ്പോൾ ദേഷ്യമായി. അപ്പോൾ കാമത്തിൽ നിന്ന് കലി, കൽമഷത്തിൽ നിന്ന്, ഈ കലിയിൽ നിന്ന് എന്തുവരും? വൈഷമ്യമായ ക്രോധമുണ്ടാകും. അപ്പോൾ ആരാലും പിടിക്കാൻ പറ്റാത്ത ക്രോധമായി മാറും. പിന്നെ തലയ്ക്ക് ലെക്കൊന്നും കാണത്തില്ല. അത്രയ്ക്കാണ് കാമം പെരുത്തുപോയി. കാമം നിവർത്തിക്കാ വന്നാലാണ് കലിയുണ്ടായി എന്ത് വരുന്നു? അതിൽ നിന്ന് വൈഷമ്യമായ ക്രോധം വന്നിട്ട് അതിങ്കിൽ നിന്ന് എന്ത് വരും? തമോ ഗുണം ഉണ്ടായി. തമോ ഗുണം എന്താ? കണ്ണിന് കാഴ്ചയില്ലാത്തൊരവസ്ഥ. കണ്ണ് കാണത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം. എന്തും ചെയ്യാനും യാതൊരു മടിയില്ല, ദുഷ്കർമ്മങ്ങളും ചെയ്യും. തമോ ഗുണമല്ലേ, അന്ധകാരമല്ലേ. വെളിവുണ്ടോ? ഹൃദയത്തിനകത്ത് വെട്ടമുണ്ടോ? വെളിച്ചമുണ്ടോ? അറിവില്ല. അങ്ങനെ തമോ ഗുണവും താമസാംശം എന്തു വരുന്നു? മതിമാന്മാരാം നരന്മാർക്ക് ചേതനാനാശം വരും. ഇങ്ങനെ ആരാണ് കലി തുള്ളി ക്രോധം വന്ന് ഇതൊക്കെ വന്ന് തമോ ഗുണമായ മതിമാന്മാർ, ഈ മനസ്സ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളും പുരുഷന്മാർക്ക് നരന്മാർക്ക് ചേതനാനാശം. അപ്പോൾ ചേതനാനാശം എന്താ? നമ്മളെ ശരീരം എങ്ങനെ വരുന്നു? തമോ ഗുണാകാരമാം ജന്തു ശൂന്യം വരുന്നത് അതിൽ നിന്ന് അവൻ തത്വഭ്രമം ഉണ്ടാകുന്നു. എന്തും ഇങ്ങനെ കണ്ണ് കാണാൻ വയ്യാത്ത ഇരുള് അന്ധകാരത്തിൽ കിടക്കുമ്പോൾ എന്ത് വരുന്നു? ജന്തു ശൂന്യം വരുന്നത് അതിൽ നിന്ന് അവന് തത്വഭ്രമം. മനസ്സിങ്ങനെ ഭ്രമിച്ച് വട്ടരക്കണക്ക് എന്തും ചെയ്യും. ആരെയും കൊല്ലും, ഭാര്യയും കൊല്ലും. അപ്പോൾ പിന്നെ ഭാര്യയും മക്കളുടെ ചിന്ത ഭ്രമമായിപ്പോയി. എന്തുകൊണ്ടാണ്? കാമം വരുത്ത് ആഗ്രഹങ്ങൾ കിട്ടാറുമ്പോൾ കാമം വരുത്ത് കലി വന്ന് എല്ലാം ആയി, ക്രോധമായി, നിവർത്തിയില്ലാതെ വരുമ്പോൾ വെറും താമസാംശം, വെറും തമോ ഗുണത്തിൽപ്പെട്ടിട്ട് എന്തും ചെയ്യാനുള്ള ഒരവസ്ഥയായി വരിക, തത്വഭ്രമമായി മാറുക. അങ്ങനെ ഭ്രമമായിക്കൊണ്ട് മൂർച്ഛിതനായി അങ്ങേയറ്റമായി കഴിയും. മൂർച്ഛിതനായിട്ട് അതാണ് അവരൊക്കെയാണ് മയക്കുമരുന്നും വെള്ളമൊക്കെ അടിച്ചാലും അല്ലെങ്കിൽ തന്നെ വട്ട് പിടിക്കും. ആഗ്രഹങ്ങൾ നിറവേറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ മൂർച്ഛിതനായിട്ട് വിഷയ അഭിനിവേശാൽ മൃതനായി ആത്മാവിനെ അവൻ്റെ ആത്മാവിനെ പോലും അവനില്ലാതെ പോയി. അവൻ്റെ ജീവാത്മാവിനെയൊക്കെ അവൻ നശിപ്പിച്ചു കളഞ്ഞു. അവൻ്റെ ദേഹത്തെ പോലും അവൻ നശിപ്പിക്കുകയാണ്. മൃതനായി, മരിച്ചതുപോലെ, മരപ്പാവയെ പോലെ, ജീവനില്ലാത്തൊരു വസ്തുവിനെ പോലെ. അത് മൃതനായി ആത്മാവിനെ ചേതനാപരമായ മരപ്പാവയെ പോലെ. ഒരു മരപ്പാവയ്ക്ക് ജീവനുണ്ടോ? അതുപോലെ ജന്മവും വ്യർത്ഥമാകും. അവൻ ജനിച്ചത് വെറുതെ ആയിപ്പോ. അവൻ ഒരു മനുഷ്യജന്മം കിട്ടിയത് നശിപ്പിച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണ്? സംഘമായിപ്പോയി. എൻ്റെ മമത. ഒരു ഭാര്യയെ കിട്ടിയാൽ പിന്നെ അവനവന് തന്നെ ജീവിക്കണം, എനിക്കും എൻ്റെ മക്കൾക്കും, എനിക്കും എൻ്റെ വീടും ധനവും. അതുവരെ കൂട്ടുകുടുംബത്തിൽ നിന്ന് അച്ഛനോ സഹോദരങ്ങളോ മക്കളോ അല്ല അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഇതൊക്കെ അങ്ങ് മറക്കും. എന്തുകൊണ്ടാണ്? എൻ്റെ എന്നുള്ള മമത ഒരു സംഘം. ഇങ്ങനെ സംഘം ഒരുപാട് വരുന്നവർക്ക് ഇതാണ് അവസ്ഥ. അവസാനം എന്തുവരും? ആ ജന്മം നശിച്ച് അവനെ പോലെ അവൻ നശിപ്പിച്ചു കളഞ്ഞു. വ്യർത്ഥമായി പോയി അവൻ്റെ ജന്മം. നരന്മാർക്ക് ചൊല്ലിയ
ശ്രുതിയും ശ്രേയസ്സല്ല. ഇത് നരന്മാർക്ക്, അതാ മനുഷ്യർക്ക് ഇത് ശരിയല്ല, ഇത് ശ്രേയസ്സല്ല, ഇത് നന്മയല്ല. ഒരു കാരണവശാലും ശ്രേയസ് എങ്ങനെ ഉണ്ടാകും? ഈശ്വരനിലേക്ക് പോകാൻ വല്ല വഴിയും കിട്ടുമോ? ഇത് അങ്ങനെ നശിച്ചു പോയില്ലേ ആ ജന്മം? വാദപിത്ത ശ്രേഷ്മങ്ങൾ ഏതിൽ നിന്നിട്ട് രോഗം ജാതമെന്നോർത്ത് സൂക്ഷ്മ വൈദ്യമെന്ന് അതുപോലെ ജന്മകാമേഷു സ്വജനേഷു ദേഹപ്രാണേഷു ഭജനനായിട്ട് ഏറ്റവും ശക്തനായിരിക്കുന്ന മർത്യമാനസം തനിക്ക് അനർത്ഥഹേതുവല്ലോ. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗം നിശ്ചയിക്കുന്ന എങ്ങനെയാ? ഒരു ഡോക്ടർ, ഒരു വൈദ്യൻ വാദം, പിത്തം, ശ്ലേഷ്മ, കഫം ഇങ്ങനെയുള്ള ഒരു ശരീരത്തിൻ്റെ രോഗം എങ്ങനെ ജാതം, ഇതെങ്ങനെ ഈ രോഗം ഏതിൽ നിന്നാണ് ഉണ്ടായത്? വാദമാണോ, പിത്തമാണോ, കഫമാണോ? ഇതിൽ നിന്ന് എങ്ങനെയാണ് സൂക്ഷ്മമായി ഗ്രഹിച്ച് നോക്കും. പല പല പരിശോധനയിൽ കൂടി നോക്കും ഈ രോഗിക്ക് എവിടെ നിന്നാണ് രോഗം ഉണ്ടായത്. അതുപോലെയാണ് ഈ പറഞ്ഞ മനുഷ്യർ, ഇതുപോലെ നശിപ്പിക്കുന്ന ജന്മം നശിച്ചു പോകുന്ന മനുഷ്യർ ജന്മകാമേഷു, അതായത് ജനിച്ച വാസനകൾ, സ്വജനങ്ങൾ, ദേഹപ്രാണേഷു ദേഹങ്ങൾ, എന്താണ് ഭജനായിട്ട് ഏറ്റവും ശക്തനായിരിക്കുന്ന മർത്യമാനസം. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്താ ഇങ്ങനെ വരാൻ കാരണം? നമ്മളെപ്പോഴും സ്വന്തം മക്കൾ, സ്വന്തം ശരീരം, ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ധ്യാനം, ഭജന. നമുക്കിന്ന് ഇത് വായിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയുണ്ടോ ഭജനയെന്ന്. എപ്പോഴും മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ധ്യാനമാ മക്കളെ. നമുക്ക് സാധാരണ വിചാരിക്കുന്ന ഭഗവാനെ, നാരായണ, കൃഷ്ണ എന്നുള്ള നാമമൊക്കെ ചൊല്ലിയിരിക്കുന്നതാണ് ഭജന എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ എപ്പോഴും മനനം ചെയ്യുന്നത് എന്താണ്? ഈ ലോക ജീവിത സുഖത്തിന് വേണ്ടി എപ്പോഴും അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് 24 മണിക്കൂർ 5-6 മണിക്കൂർ ഉറങ്ങുന്ന സമയത്തും സ്വപ്നത്തിലും ഇത് തന്നെ ചിന്ത. എപ്പോഴും ചിന്തിക്കുക തന്നെ, ഉറക്കത്തിലും അത് തന്നെയാണ് സ്വപ്നം കാണുക. അതുകൊണ്ട് എപ്പോഴും എന്താ ധ്യാനം, ഭജന. എൻ്റെ ജനങ്ങൾ, എൻ്റെ ദേഹം, എൻ്റെ സ്വത്ത്, എൻ്റെ ആൾക്കാർ എന്നുള്ള ഒരു മനസ്സാണ് ഈ ഇങ്ങനെയുള്ള സംഘപ്പെട്ട് കിടക്കുന്ന മനുഷ്യർക്ക്. അതാണ് ഭജന. നമുക്കറിയാം ഒരുപാട് പുരുഷന്മാരോ സ്ത്രീകളൊക്കെ സന്ധ്യാസമയത്ത് ഭഗവാനെ അല്ല ഭജിക്കുന്നത്, വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിൽ കൂട്ടി വയ്ക്കും. എങ്ങനെ നാളത്തെ ജീവിതം എങ്ങനെയാണ്, ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കണം, നാളെ ഇത്ര ഉണ്ടാക്കണം, അതാ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ഭജന. മനസ്സിന് മനനം ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് എപ്പോഴും ധ്യാനം എന്ന് പറയുന്നത് ഇവിടെ ഈ ലോക ചിന്തകളായിരിക്കുന്ന ഭജന. അങ്ങനെ ഭജനനായിട്ട് ഏറ്റവും ശക്തനായിരിക്കും. എന്നുള്ള മമതയിൽപ്പെട്ട് ആസക്തി കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ നോക്കും, നാളെ ഏത് രീതിയിലാണ് എല്ലാവരെക്കാളും മെച്ചത്തിൽ വിടാൻ പറ്റുന്നത്, അവർക്ക് എങ്ങനെയൊക്കെ ഉണ്ടായാലൊക്കെ അവർക്ക് 2 തരം മാളിക വെച്ച് കൊടുത്താലോ ഓരോരുത്തർക്ക്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ അങ്ങ് ചിന്തിച്ച് കൂട്ടും. ഒന്നും ഇല്ലാത്തവർക്കും ചിന്തിക്കാനുണ്ടല്ലോ, അയ്യോ എനിക്ക് അതില്ലേ, എൻ്റെ കുട്ടിക്ക് ഇതില്ലേ, അതുണ്ടാക്കണം, അങ്ങനെ ചിന്തിക്കും. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിക്ക് ജോലി വേണം, ഇങ്ങനെ ഓരോരോ ചിന്തകൾ. എൻ്റെ ഭാര്യ സുന്ദരിയാണോ, ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പം മക്കളെ നീ വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ ഭാര്യയൊന്നും അല്ല, സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത്. സ്നേഹിക്കേണ്ടെന്നല്ല, പക്ഷേ ഇതേ ഉള്ളു ഭജന. ഭാര്യയും മക്കളും വീടുള്ള ഭജനയാണ്. അങ്ങനെ ഒരു ഭജനനായിട്ട് ഏറ്റവും ശക്തനായിരിക്കുന്നത്. അങ്ങനെ ആരാണ് സംഘപ്പെട്ടിരിക്കുന്നത്? എപ്പോഴും സംഘമാത്. അങ്ങനെ ഇരിക്കുന്ന മർത്യമാനസം, അങ്ങനെയുള്ള മനുഷ്യൻ്റെ മനസ്സ് തനിക്ക് അനർത്ഥഹേതുവാണ്. അങ്ങനെ ആർക്കാണ് ഈ മനസ്സോടി ഭജിച്ചിരിക്കുന്നത് ഈ ലോക ജീവിത സുഖത്തിന് വേണ്ടി, ഈശ്വരാരാധന ഇല്ല, അവർക്കുള്ള അനർത്ഥമാണ്. അവർക്ക് തന്നെ, ആ പുരുഷനോ സ്ത്രീക്കോ അങ്ങനെ ആരായാലും അവർക്ക് അനർത്ഥമാണ്. അവർക്ക് ഒരു സുഖവും കിട്ടത്തില്ല, അനർത്ഥഹേതുവല്ലോ. ദേഹാദ്യങ്ങളിൽ ബുധൻ ആണെങ്കിലോ, ഇങ്ങനെയാണെങ്കിലും ബുധൻ എന്ന് പറയുന്ന ആരാണ്? നല്ല ജ്ഞാനികളായിരിക്കുന്ന മുമുക്ഷുക്കൾ, നല്ല ഇതെല്ലാം അറിഞ്ഞ് പരമാത്മാവിൽ ലയം പ്രാപിച്ചിരുന്ന ജ്ഞാനികളായ സന്യാസിമാരെങ്ങനെയാണ്? ഭക്തന്മാർ. അതിനെ ബുധൻ എന്ന് പറയാം. ദേഹാദ്യങ്ങളിൽ, നമ്മുടെ ഈ ദേഹങ്ങളിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വീടോ ഭാര്യയോ മക്കളോ, ഇതിൽ ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു ബുധൻ തനിക്ക് കാമം കൊണ്ട് മോഹമാം തമസിനെ പ്രാപിച്ചിടുന്നതില്ല. ഒരിക്കലും ഒരു ജ്ഞാനിക്ക് ഈ ഒരു ചിന്ത ഇല്ല, മമത ഇല്ല. എല്ലാം സമമാ, സർവത്തിലും സമമാ. എന്താണ് കാരണം? അതിന് പരമജ്ഞാനമല്ലേ, അയാളെ ഉള്ളം നിറച്ച് പരമാത്മാവാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം സർവത്തിലും പരബ്രഹ്മമാണെന്ന്. അത് ഭാര്യയിലും മക്കളിലും വീട്ടിലും സർവത്തിലും എല്ലാത്തിലും പരമേശ്വരനാണ് വസിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് ഇത് പ്രത്യേക മമത. അദ്ദേഹം അറിഞ്ഞവനാ, തത്വം അറിഞ്ഞവനാ, അദ്ദേഹം സാക്ഷാത്കരിച്ചവനാ.
ബുധൻ, ആ ജ്ഞാനിക്കറിയാം തൻ്റെ ഉള്ളത്തിലും പരബ്രഹ്മമാണ്, അകവും പുറവും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മമാണ്. അത് ഭാര്യയിലായാലും ഒരു ജീവനിലായാലും സർവ്വ പദാർത്ഥങ്ങളിലായാലും ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് എന്ന് ഉൾക്കൊണ്ടുന്ന ആൾക്ക് പ്രത്യേകിച്ച് എന്തിനും മമത? സർവ്വതും പരമാത്മാവിൻ്റെ സന്തതികളല്ലേ. എല്ലാം അങ്ങനെ സമമായി കാണാൻ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ദേഹാദ്യങ്ങളിൽ ബുധൻ, അത് ദേഹാദ്യങ്ങൾ വെച്ചാൽ ദേഹം മുതൽ സ്വത്തുക്കളായാലും മക്കളായാലും ഭാര്യയായാലും വീടായാലും ഇങ്ങനെയുള്ള എല്ലാത്തിലും ഒരു ബുധൻ, ഒരു ജ്ഞാനി എന്ത് ചെയ്യുന്നു? തനിക്ക് കാമം കൊണ്ട്, ആഗ്രഹം കൊണ്ട് മോഹമാം തമസിനെ, ഈ ഇരുട്ട് ആകുന്ന തമസ്, ആ തമസിനെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ കാമങ്ങളോ ഉണ്ടാകുന്നില്ല, പ്രാപിച്ചിടുന്നില്ല. ആരാ? ഒരു ബുധൻ. അദ്ദേഹത്തിന് എന്താ അങ്ങനെ വരാത്ത കാരണം? സംഘമില്ല, മമതയില്ല, എല്ലാം പരമാത്മ ചൈതന്യമാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. സർവത്തിലും ജഗദീശ്വരനാണ്, ലോകപിതാവാണ്. തന്നിലും മറ്റെല്ലാ വസ്തുക്കളിലും സർവത്തിലും എല്ലാ ജീവജാലങ്ങളിലും അങ്ങനെ ഉള്ളപ്പം പ്രത്യേകിച്ച് എന്താ നമുക്ക് നന്മ പ്രത്യേകിച്ചുള്ളത്? എന്നിലും നിന്നിലും എല്ലാം അതല്ലേ. അങ്ങനെ കാണുന്നൊരു വ്യക്തിക്ക് ഇരുള് തമസിനെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആഗ്രഹമേ ഇല്ല, പ്രത്യേകിച്ചൊരു കാമോ മോഹമോ ഒന്നും പറ്റുന്നുമില്ല. അങ്ങനെ വന്ന് അയാൾ തമസിലേക്ക് അകപ്പെടുന്നതുമില്ല. അങ്ങയുടെ ഉള്ളം എപ്പോഴും പ്രകാശിച്ചിരിക്കുക. ആകാശത്തിലെ കാർമേഘങ്ങൾ നീങ്ങിയ ഒരു ആകാശം എങ്ങനെയാ, അതുപോലെ അങ്ങയുടെ ഹൃദയം. അവിടെ പുകയില്ല, മഞ്ഞില്ല, മഞ്ഞ് മൂടിക്കിടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളം എപ്പോഴും പ്രകാശിച്ചിരിക്കുക. അദ്ദേഹത്തിന് എന്തിനാ പിന്നെ സംഘം? എങ്ങനെയാ തമസ് അകപ്പെടുത്തുന്നത്? ഒരിക്കലും അദ്ദേഹത്തിനെ ഒന്നും ഒരു മോഹമോ ഭയമോ ഒന്നും അദ്ദേഹത്തിന് അകപ്പെടുത്തുന്നില്ല. ഈ വണ്ണം ഭഗവാൻ പറയുന്നു, ഇങ്ങനെ ഈ വണ്ണം കുബുദ്ധികളാകുന്ന ഒരു അജ്ഞാനികൾ കേവലം അറിയാതെ കൊണ്ട് ചൊല്ലുന്നു താനും. ഈ ഒരു കാര്യം അജ്ഞാനികളായിരിക്കുന്ന ജനങ്ങൾക്ക് അറിയില്ല, കുബുദ്ധികളാണ്. അതാണ് ഇവിടെ ഈ വണ്ണം ഇതുപോലെ യഥാർത്ഥത്തെ ജ്ഞാനം അറിയാത്ത, ഒരു ബുധനായി തീരാത്ത അജ്ഞാനികളായിരിക്കുന്ന കുബുദ്ധികൾക്ക്, അജ്ഞാനികളാണ് അവർ, കേവലം ഇത് അറിയായ കൊണ്ട് ചൊല്ലുന്നു ഭഗവാൻ പറയുന്നത്. ഇത് പറയാൻ ഉദ്ധവരെ ഓർത്തല്ല ഇത് പറഞ്ഞത്. ഉദ്ധവർക്ക് ഇതൊക്കെ അറിയാം. പക്ഷേ ഉദ്ധവരോട് പറഞ്ഞു, ഞാനിത് പറയുന്നത് കുബുദ്ധികൾക്ക് അറിവില്ലാത്ത അജ്ഞാനികൾക്ക് വേണ്ടി ഞാനിത് പറയുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, സഗുണോപാസന എന്താണ്, നിർഗുണോപാസന എന്താണെന്ന്. നിർഗുണോപാസന എത്തിയൊരു വ്യക്തി പരമാത്മാവിന് തുല്യം അതായി കഴിഞ്ഞാൽ അത് ഞാനാണ്, അതാണ് തത്വമസി. അവിടെ രണ്ടില്ലാത്തൊരവസ്ഥ, സർവ്വതും താൻ തന്നെയാണ്. നമ്മുടെ ഉള്ളത്തിലും സർവ്വത്തിലും ആ ഒരേ ഒരു പരമാത്മാവ് തന്നെയെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് കൃഷ്ണ വിഗ്രഹത്തിലും പരമേശ്വരൻ്റെ വിഗ്രഹത്തിലും പ്രത്യേകതയില്ല, സർവത്തിലും ബ്രഹ്മമാണെന്ന് ഉൾക്കൊള്ളും. അതേസമയം സഗുണോപാസന ചെയ്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോൾ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ ശിവനെ പ്രാർത്ഥിച്ചാൽ കിട്ടും, കൃഷ്ണൻ കൊള്ളത്തില്ല, പരമേശ്വരൻ പെട്ടെന്ന് തരും, ഇങ്ങനെ ഇന്ന് മണ്ടത്തരങ്ങൾ പറ്റിയിരിക്കുക അജ്ഞാനികൾ. എവിടെയെങ്കിലും ഒന്ന് പോയി അവിടെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ അത് കൃഷ്ണൻ നമുക്ക് ഒത്തിരി നമ്മളെ പരീക്ഷിക്കുന്നതുകൊണ്ടാണ്, നമുക്ക് കുറേ ആപത്തുകൾ അതുകൊണ്ടാണ് തരുന്നത്. ശിവനെ പോയി പ്രാർത്ഥിക്കാം. എന്ത് അജ്ഞാനമായത്! അങ്ങനെയുള്ള കുബുദ്ധികൾക്ക് വേണ്ടിയാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത് ഇത് ഞാനിങ്ങനെ പറയുന്നത്. ഇപ്പം സഗുണോപാസനയെ പറ്റി മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന്, എത്രത്തോളം നന്മ അതിലുണ്ടെന്നും എത്രത്തോളം പുരോഗമനം ഉണ്ടെന്നും. അതേസമയം നിർഗുണാവസ്ഥയെത്തിയ ഒരു പരമജ്ഞാനി എന്തായിത്തീരുമെന്നും ഇപ്പം ഇത് കുറിച്ച് മനസ്സിലാക്കാമല്ലോ. ഈ നിർഗുണാവസ്ഥയെത്തിയ പരമജ്ഞാനിക്ക് വിഗ്രഹം എന്ന് പറഞ്ഞാലും അല്ലാത്തതായാലും സർവത്തിലും എല്ലാത്തിലും ഏത് വസ്തുവിലും അദ്ദേഹം ബ്രഹ്മത്തെ ദർശിക്കുന്നവനാണ്, സമദൃഷ്ടിയാണ്, എങ്ങും മാറ്റി നിർത്താൻ സർവത്തിലും കാണും. അതേസമയം അജ്ഞാനികളാണെങ്കിലോ ആ വിഗ്രഹത്തിൽ മാത്രമേ ഉള്ളെന്ന് കാണും. ഇതാണ് വ്യത്യാസം. വിഗ്രഹത്തിൽ മാത്രമേ ഭഗവാനുള്ളൂ, അതിലാണ് കൃഷ്ണൻ ഇരിക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. ആ ഒരു ജ്ഞാനിയാണെങ്കിലോ ഒരു ബുധനാണെങ്കിലോ വിഗ്രഹത്തിൽ ഇരിക്കുന്നതിന് അതും ഈ ലോകത്തെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവാണ് ആ ജഗദീശ്വരൻ എന്ന് കാണും. അത് തന്നിലും കാണും, എല്ലാ ജീവജാലങ്ങളിലും കാണും. അതാണ് സമദൃഷ്ടി എന്ന് പറയാം. ഇത്രയും വ്യത്യാസങ്ങളാണ് ഇതിനകത്തുള്ളത്. ഈ വണ്ണം കുബുദ്ധികളാകുന്ന ഒരു അജ്ഞാനികൾ കേവലം അറിയാതെ കൊണ്ട് ചൊല്ലുന്നു താനും. ഇത് അറിയാത്ത അജ്ഞാനികൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, അഗ്നിയിൽ പുകയ്ക്കുള്ളിൽപ്പെട്ട് ഉടൻ വലയുമ്പോൾ ഭേദബുദ്ധിയാൽ ധൂർത്തരായി ഏറ്റ അഭിമാനാൽ തന്നുടെ ലോകം സ്വർലോകത്തെ അറിയാതെ മന്ദരായി വിഫലമാം ശ്രുതിയാം കുസുമത്തെ ഫലമെന്നോർത്ത് വേദസിദ്ധാന്തം അറിയാതെ പലതും അറിഞ്ഞതിനും ആപത്തിനായി ചൊല്ലി കാമികളായി. ഇനി അങ്ങോട്ടും നീട്ടിയിട്ട് പോകണ്ട, ഇത്രയും വെച്ച് മുറിക്കാം. അതായത്
അഗ്നിയിൽ, അതായത് ഈ നമുക്ക് അഗ്നിയിൽ അഗ്നി കാണാതെ നിറച്ചങ്ങ് പുകയിരിക്കുക. പുക മാറിയെങ്കിലേ അഗ്നി തെളിയൂ. അതുകൊണ്ട് അഗ്നിയിൽ പുകയ്ക്കുള്ളിൽ പെട്ടുടൻ വലയുമ്പോൾ, അപ്പം പുക കൊണ്ട് മറഞ്ഞിരിക്കുന്ന എന്താണ്? അകത്ത് കണലുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പുക കൊണ്ട് നിറഞ്ഞിരിക്കുക. പിന്നെ എങ്ങനെ നമ്മൾ അഗ്നിയെ കാണും? അഗ്നിയിൽ പുകയ്ക്കുള്ളിൽ പെട്ടുടൻ വലയുമ്പോൾ ഭേദബുദ്ധിയാൽ ധൂർത്തരായി ഏറ്റം അഭിമാനാൽ തന്നോട് ലോകം സ്വർലോകത്തെയും അറിയാതെ, എന്നുവെച്ചാൽ നമ്മൾ ഇന്ന് ഈ അജ്ഞാനികൾ എന്താ വിചാരിക്കുന്നത്? എല്ലാം എനിക്കറിയാം, എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അവർ ശരിയായ സങ്കല്പിച്ച് വെക്കുക. ഈശ്വരനെയൊക്കെ അവർക്ക് ഇതൊക്കെ ഈ സിദ്ധാന്തമൊക്കെ മനസ്സിലാക്കി ഇരിക്കുക. എന്താ ഈ പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെയാ ഉള്ളത്തിൽ നമ്മുടെ ആ ചൈതന്യത്തെ നമ്മുടെ ഉള്ളിൽ പുകയ്ക്കകത്ത് മൂടിപ്പെട്ടിരിക്കുക. എന്താണ് പുക? കാമക്രോധാദി ലോഭ മോഹ മത മത്സരങ്ങളും അസൂയ കുശുമ്പ് ഇങ്ങനെയുള്ള ഹൃദയത്തിൽ എങ്ങനെ ഈ അഗ്നി തെളിഞ്ഞു വരും? പുക ഇതാണ്. അന്ധകാരപ്പെടർന്ന ഹൃദയത്തിനകത്തുനിന്ന് എങ്ങനെ പ്രകാശം ഉണ്ടാകും? അഗ്നി പുറത്ത് വരണ്ടേ? അത് അഗ്നി അകത്തിരിപ്പുണ്ട്, ഉള്ളിനകത്തുണ്ട്. പുറം മൊത്തവും മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്ന പോലെ പുക കൊണ്ടിരിക്കുക. ആ പുക മാറാതെ എങ്ങനെ തെളിയും? എല്ലാവരും അങ്ങനെ. ഈ ലോകത്തിറങ്ങുന്ന സർവ്വരും ഗുരുവായൂരും വൃന്ദാവനത്തിലും എവിടെല്ലാം പോകും. എന്തിനാ പോകുന്നത്? കാര്യസാധ്യത്തിന് വേണ്ടി പോകും. പക്ഷെ ഉള്ളം നിറച്ച് എന്താ ഇരിക്കുന്നത്? ഈ പുകയാ. മഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ മഞ്ഞ് മൂടിയിരിക്കുക. എന്ത്? ഉള്ളത്തിനകത്ത് പ്രകാശം വെളിയിലോട്ട് വരാതെ അകത്തിരിക്കുക. പുറം മൊത്തവും മൂടിയിരിക്കുകയാണ്. അഹങ്കാരമായിരിക്കുന്ന ക്രോധങ്ങളും എല്ലാം അതിനെ നീക്കം ചെയ്യാതെ ഒരിക്കലും ഉള്ളിലിരിക്കുന്ന പ്രകാശം വെളി വരുമോ? അതുകൊണ്ട് തന്നോട് ലോകം പോലും സ്വർലോകം താൻ എവിടുന്ന് വന്നെന്നോ എങ്ങനെ ആരാ എൻ്റെ പിതാവെന്നോ ഒന്നും അറിയാതെ അന്ധനായിരിക്കുക, അജ്ഞാനം കൊണ്ടിരിക്കുക. അതാണ് തന്നോട് ലോകം സ്വർലോകത്തെ അറിയാതെ മന്ദരായി വിഫലമാ ശ്രുതിയാം കുസുമത്ത ഫലമെന്നോർത്ത്, അതായത് യാതൊരു ഫലവുമില്ലാത്ത ഈ കേൾക്കുന്ന ഈ ശ്രുതിയാം കുസുമത്തെ, ഒരു പുഷ്പം ഫലമാണെന്ന് കരുതുന്നു. എന്താ അങ്ങനെ പറയാ? ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ അതൊരു കൊച്ചു മുറിക്കകത്ത് ഒരു വിഗ്രഹത്തിൽ ആണ് ഈശ്വരൻ എന്നാണ് അറിവില്ലാത്തവരുടെ ചിന്ത. അതുകൊണ്ടാണല്ലോ ഈ ഓടിപ്പോകുന്നത്. നേരം വെളുത്താൽ ഇരുട്ടോളം അത് ദൈവമെന്ന് പ്രാർത്ഥിച്ചാൽ പോലും മനസ്സ് എവിടെ പോകും? അമ്പലത്തിലേക്ക് പോകും. ഭഗവാനെ, ഞാൻ നാളെ വന്നേക്കാം, നാളെ എനിക്കൊരു അർച്ചന നടത്താം, എൻ്റെ കുട്ടിക്കൊരു ജോലി വേണം. എവിടെ മനസ്സ് പോകുന്ന? അമ്പലത്തിലാണ്. നമ്മുടെ ഉള്ളിലോട്ടോ നമ്മുടെ വീടിനകത്ത് പൂജാമുറിയിലോ ഒന്നും ദൈവമില്ല. നമുക്ക് ഒരു ആവശ്യം വരും, ഭഗവാനെ എനിക്ക് ഇന്ന ദുഃഖങ്ങളാണ്, ഞാൻ നാളെ അങ്ങ് വരും, ആ ഭഗവാനെ കാണാൻ വരും, ഞാൻ അവിടെ വിളക്ക് കത്തിച്ചേക്കാം, ചന്ദനത്തി കത്തിച്ചേക്കാം, ഞാൻ അർച്ചന നടത്തിയേക്കാം. ഇതാണ് മനസ്സിനും അറിയാവൂ, അല്ലാതെ അറിയില്ല. അതുകൊണ്ട് മന്ദരായി വിഫലമാം ശ്രുതിയാം കുസുമത്തെ ഫലമെന്നോർത്ത്, എന്താണ്? പുഷ്പമാണ് യഥാർത്ഥ ഫലമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു മാവിൽ മാങ്ങയുണ്ട് ഫലം, അത് എവിടുന്ന്? ആദ്യം അത് പൂവാണ് വരുന്നത്. ഈ പൂവിനെയാണ് ഫലമെന്ന് അറിവില്ലാത്ത അജ്ഞാനികൾ ചിന്തിക്കുന്നു. പൂ പൊഴിയുമ്പോൾ അതിനകത്ത് ഫലം മാങ്ങ അത് വരുന്നെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പുഷ്പം ഫലമെന്ന് വിചാരിച്ചാണ് ഈ വിഗ്രഹത്തെ മാത്രം അവർ ചിന്തിക്കുന്നു. വിഗ്രഹം പുഷ്പം പോലേ ഉള്ളു മക്കളെ. അത് ഭഗവാനാ ഞാനല്ല പറയുന്നത്. ആ വിഗ്രഹത്തെ ഒരു പുഷ്പമാണ്. പക്ഷെ പുഷ്പത്തിന് ഉള്ളത്തിൽ എന്തുണ്ട്? ഫലമുണ്ട്. പക്ഷെ അത് ആരറിയുന്നില്ല? ഈ അജ്ഞാനികൾ അറിയുന്നില്ല. പുഷ്പമാണ് ഫലമെന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മന്ദരായ് വിഫലമ, ഒരു ഫലമില്ലാത്ത ശ്രുതിയാം കുസുമത്തെ, കുസുമം പുഷ്പം, പുഷ്പത്തെ ഫലമെന്നോർത്ത് വേദസിദ്ധാന്തം അറിയാതെ. ഈ വേദം, ഇത് വേദമാണ്, ഭാഗവതം, ഇത് അറിവാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിഗ്രഹമേ ദൈവമാണെന്ന് പറഞ്ഞ് ഓടും. അതുകൊണ്ട് കൃഷ്ണനേ ഉള്ളെന്ന് പറഞ്ഞ് ചിലർ, അതല്ല, അവിടെ ശരിയാവില്ല. അവിടെ കൃഷ്ണൻ നമ്മളെ പരീക്ഷിച്ച് നമ്മളെ ഒരുപാട് ആപത്തുകൾ തന്ന് നമ്മളെ അത് ചെയ്യും ഇത് ചെയ്യും, ഉള്ള സ്വത്തോടെ എടുത്ത് കളയും എന്ന് പലരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശിവനെ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പം തന്നെ എന്താ അജ്ഞാനം? രണ്ടെന്ന് വന്ന്. ഈശ്വരൻ ലോകപിതാവ് ഏകനാണ് താൻ. അവിടെ അയ്യപ്പൻ, ഇവിടെ വിഷ്ണു, അപ്പുറത്ത് കൃഷ്ണൻ, ഇപ്പുറത്ത് ശിവൻ, അങ്ങേപ്പുറത്ത് ദേവി. ഇങ്ങനെ വരുമ്പോൾ എത്ര ദൈവങ്ങളുണ്ട്, എത്ര പിതാക്കന്മാരോടുണ്ട്? ഒരേ ഒരു മാതാവും ഒരേ ഒരു പിതാവേ ലോകത്തുള്ളു. അതാണ് പരമാത്മാവ്. അപ്പോൾ അല്ലെങ്കിൽ ശിവശക്തി നമ്മൾ പറയും. അത് സങ്കല്പമാണ്, രണ്ടും കൂടെ ചേർന്ന പരബ്രഹ്മമാണ്. അത് ലോക മാതാവ് പരാശക്തി എന്നും
പരമേശ്വരൻ എന്നും പറയുന്നതാണ് ഈ പരമാത്മാവ്. അതുകൊണ്ട് ഇത് എന്താ, ഈ വിഗ്രഹത്തെ നമ്മൾ കാണുന്നത് പുഷ്പം പോലെ കാണുന്നു. ഫലം ഈ പുഷ്പത്തിനകത്ത് അത് മാങ്ങ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേങ്ങയായാലും എന്തുമായാലും പുഷ്പത്തിനകത്ത് ഇത് ഈ ഫലം എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ഫലം അതിൻ്റെ നമുക്ക് വേണ്ടുന്നത് പുഷ്പം പൊഴിഞ്ഞു പോയാൽ പിന്നിൽ ഈ ഫലം വെളി വരത്തുള്ളൂ. പക്ഷെ ഇത് അറിയുന്നില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല? വേദ സിദ്ധാന്തം അറിയുന്നില്ല. ഇവിടെ എന്താ ഈ ഭാഗവതം പറയുന്നെന്നോ അത് മനസ്സിലാക്കി നമ്മൾ അത് അങ്ങനെ ആയി തീരാനോ ഒരു താല്പര്യവുമില്ല. ഇന്ന് ലോകം ഭഗവാൻ പറയുന്നത് 1000-ൽ ഒന്നേ ഉള്ളു യഥാർത്ഥമായി ഭഗവാന് വേണമെന്നും പറഞ്ഞ് അറിയുന്നത്. അല്ലാത്തവരെല്ലാം ഒന്നേ രോഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ ധനത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിദ്യയ്ക്ക് വേണ്ടി, ഇങ്ങനെ ഓരോരോ രീതിക്ക് വേണ്ടിയാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് വേദ സിദ്ധാന്തം അറിയാതെ പലതും അറിഞ്ഞേനെന്ന് ആപത്തിനായി ചൊല്ലി എല്ലാം അറിയാന്നുള്ള തോന്നല, ഒന്നൊട്ട് അറിയത്തുമില്ല. അതുകൊണ്ടാണ് വേദസിദ്ധാന്തം അറിയാതെ പലതും അറിഞ്ഞേനെന്ന്. ഈ യഥാർത്ഥ ജ്ഞാനം അറിയാതെ എന്തൊക്കെയോ അറിയാന്നുള്ള തോന്നൽ, അങ്ങനെ അറിഞ്ഞേനെന്ന് ആപത്തിനായി ചൊല്ലി കാമികളായി അത്രയ്ക്ക് കാമം പിടിച്ച് എന്തിനു വേണ്ടിയാ? ആഗ്രഹം നേടാൻ വേണ്ടി തന്നെയാണ് അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ കാമികളായും കൃപണന്മാരായി ലുബ്ധന്മാരായി നിർമ്മല ഫല ഗ്രഹണത്തെയും അറിയാതെ, നിർമ്മലമാകുന്ന ഫലത്തെ, യഥാർത്ഥമായ ജ്ഞാനം എന്താ, ആ യഥാർത്ഥ ഈ ജഗദീശ്വരൻ പരബ്രഹ്മമൂർത്തി എന്താണെന്ന് അറിയുന്നില്ല. വിഗ്രഹത്തെ ചെന്ന് കാണുന്ന എന്താണ്? ഈ പുഷ്പം യഥാർത്ഥമാണെന്ന് അത്രേ അറിയൂ. അത് മതി അവർക്ക്. അതിൽ കൂടെ എന്തോ നേടും എന്ന് കരുതും. പക്ഷേ പരമാത്മ ചൈതന്യം ഉള്ളത്തിൽ, അവനവൻ്റെ ഉള്ളത്തിൽ നിന്ന് അകവും പുറം നിറഞ്ഞിരിക്കുന്ന ആ പരബ്രഹ്മ ചൈതന്യത്തെ അവരൊക്കെ അറിയത്തില്ല. അത് വിഗ്രഹത്തെ കാണാനും അറിയില്ല. അത് പുഷ്പമാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഫലം അറിയാതെ, നിർമ്മല ഫലഗ്രഹണത്തെയും അറിയാതെ, കുസുമങ്ങളിൽ ഫലമെന്നോർത്ത്, പുഷ്പമാണ് ഈ ഫലമെന്നോർത്ത് പുഷ്പം മുഖ്യ അസന്ദേഹേന എന്നെ രൂപമായി അറിഞ്ഞിട്ട്. അപ്പോൾ എന്താണ്? എന്നെ ആരാണ്? പരമാത്മാവിനെ എങ്ങനെ രൂപമായി അറിയുന്നു? രൂപമായി അറിഞ്ഞിട്ട് ഹൃദിതാൻ യാതൊന്നത് കൂടും മന്ത്രം പ്രണവം വധിച്ച് നീഹാരത്തിൽ ദൃഷ്ടി എത്താതെ വണ്ണം മായയാൽ മൂടി. അങ്ങനെ എൻ്റെ മതം എന്തതും ഉള്ളിൽ ന്യായമായി അറിയാതെ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? പരമാത്മാവായ ചൈതന്യം മന്ത്രം പ്രണവം വധിച്ചു, നീഹാരത്തിൽ ദൃഷ്ടി എത്തുന്നില്ല. ഇവർക്ക് ഈ രൂപം പുറമേയുള്ള രൂപം മതി. എന്തുകൊണ്ടാണ് തിരിച്ചറിവ് ഉണ്ടാവാത്തത്? നീഹാരം കൊണ്ട് മൂടിയിരിക്കുക. ഹൃദയം മൊത്തം എന്താണ്? മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുക. മഞ്ഞിനകത്തിരിക്കുന്ന പ്രകാശത്തെ തെളിയണമെങ്കിൽ മഞ്ഞ് മാറണം. എന്താണ് ഈ മഞ്ഞ്? ഉള്ളം നിറച്ച് പുക, മഞ്ഞ് പോലുള്ള പുക. ഈ പറഞ്ഞ് ഹൃദയശുദ്ധി ഇല്ലാത്തത്, വേണ്ടാത്ത ചിന്തകൾ, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് സംഘം, മക്കൾ, ഭാര്യ, അതിനു വേണ്ടിയാണ് ഓടുന്ന ഓട്ടം. ഇതിനു വേണ്ടി മാത്രമാണ് ജീവിതമാണെന്ന് ധരിക്കുന്നത്. ഈ ലോക ജീവിത സുഖങ്ങൾ മാത്രം. ഉള്ളം നിറച്ചെന്താണ്? വൈരാഗ്യം, കാമം, ക്രോധം, അസൂയ, കുശുമ്പ്, ഇതൊക്കെ നിറച്ചുകൊണ്ട് ഇന്ന് എല്ലാ ലോകത്തുള്ള എല്ലാവരും അങ്ങ് ബ്രഹ്മജ്ഞാനികളാവാൻ പറ്റത്തില്ല. എന്നാൽ ഹൃദയശുദ്ധി വേണ്ടേ? ഇത് യഥാർത്ഥത്തിൽ പരമാത്മ ചൈതന്യത്തെ ഉൾക്കൊള്ളണ്ടേ? അതുകൊണ്ട് നീഹാരത്തിൽ ദൃഷ്ടി എത്തുന്നില്ല. ആ നീഹാരം കൊണ്ട്, മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് നമ്മളെ ദൃഷ്ടി എത്താതെ വണ്ണം മായയാൽ. എന്തു മായ? ഈ മഞ്ഞ് പുക, അത് ആ മായൽ മൂടി. എൻ്റെ മതം എന്തതും ഉള്ളിൽ ന്യായം അറിയുന്നില്ല. എന്താണ് പരമാത്മാവ് എന്താണ് നിശ്ചയിക്കുന്നത്? ഈ ഭഗവാൻ എന്താ അവിടെ പറയുന്നത്? ഇത് അറിയാനുള്ള ഒരു ശേഷിയില്ല. എന്താ? ഹൃദയം വിശാലത അല്ല, അറിയേണ്ട കാര്യമേ ഇല്ല. എന്തൊക്കെ അറിയാം എന്ന് കരുതി കുറച്ച് അർച്ചന നടത്താനോ പൂജ നടത്താനോ കാര്യസാധ്യതത്തിന് വേണ്ടി പോകുന്ന ഹൃദയശുദ്ധിയില്ല, അറിഞ്ഞൂടാ. ഹൃദയം ശുദ്ധമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ പാരായണം ചെയ്യണം, ഭക്തി വർദ്ധിക്കണം, സജ്ജന സംസർഗം വേണം. ഇങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ മേലെ നിർഗുണാവസ്ഥയിലെത്താൻ. ആദ്യം ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കി വന്ന് മനസ്സ് പഠിച്ച് എന്താ ഇതൊക്കെ മനസ്സിലാക്കി വന്നിട്ട് വേണം ഇതൊക്കെ മേലേ പോയി പരമാത്മാവിൽ ലയം പ്രാപിക്കണം. അത് ചെയ്യാൻ അറിയില്ല. അതാണ് ഇതിൽ പറയുന്നത്. അതായത് ഹൃദയ താൻ അസന്ദേഹേന എന്നെ രൂപമായി അറിയുന്നു. ഭഗവാൻ എത്ര സങ്കടമാണ്! പരംപിതാവായ ജഗദീശ്വരന് എത്രമാത്രം സങ്കടമാണ്! രൂപമായാണോ ഒരു പരമേശ്വരൻ അഖണ്ഡം നിറച്ച ചൈതന്യമായിരിക്കുന്ന സർവത്തിലും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മമൂർത്തിയെ ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങുന്നതാണോ?
രൂപമായി അറിഞ്ഞിട്ട് ഹൃദിതാൻ യാതൊന്നതുകൂടും മന്ത്രം പ്രണവം മതിച്ച് നീഹാരത്തെ ദൃഷ്ടി എത്താതെ വണ്ണം മായയാൽ മൂടി. എൻ്റെ മതം എന്തതും ഉള്ളിൽ ന്യായമായി അറിയുന്നില്ല. പൂർവമാം പരോക്ഷത്തെ മുഖ്യമെന്നോർത്തിട്ട് അപരശ്രുതി വിട്ടു പിന്നെയും വിഖ്യാത പരോക്ഷമാം നാനാത്വ ശ്രുതികളെ നിശ്ചയിച്ചതിൽ വിഷയാത്മകന്മാരായിട്ട് വിശ്വാസാൽ പശുക്കളെ വെറുതെ വ്രതത്തിനാൽ ഹിംസിച്ചിടുന്നു. ഇങ്ങനെ എന്തൊക്കെയാണ് അറിവില്ലായ്മ ചെയ്യുന്നത്. ഇന്ന് ഓരോ അമ്പലങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ കുരുതി പശുക്കളെയൊക്കെ വെറുതെ യാഗം ചെയ്യാൻ കൊല്ലുന്നു, കുരുതി കൊടുക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് അറിവില്ലായ്മയാണ്. ഈ വേദാന്തം പഠിക്കുന്നില്ല, പഠിച്ചാൽ അത് ചെയ്യൂ. ഇന്ന് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കേട്ട് പണ്ടേ കേട്ട് വെച്ചേക്കുന്ന രക്തം കൊടുത്ത് പ്രീതിപ്പെടുത്തണം. എന്തിനാ? സ്വർഗം കിട്ടും, ഭയങ്കര കുബേരന്മാരാകാം. ഇതൊക്കെ അറിയൂ. യഥാർത്ഥ ജ്ഞാനികളല്ല, പരമാത്മാവിനെ വേണ്ട. ഈ ലോകത്ത് എന്തൊക്കെയോ വേണം, ഈ ലോക ചിന്തയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേണം, അല്ലാതെ ഈശ്വരനെ വേണ്ടിയിട്ടല്ല. ഈശ്വരനെ യഥാർത്ഥമായി അറിയണമെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിക്കണം. അല്ലാതെ പണ്ട് എന്തോ ആരൊക്കെയോ രക്തം കൊടുക്കുന്ന, കോഴി അറുക്കുന്നു, പശുവിനെ അറുക്കുന്നു, ഇതൊക്കെ കേട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നു ഇതെന്താണ് ഇതായത് എന്തൊക്കെ നാനാത്ത ശ്രുതികളെ നിശ്ചയിച്ച് പലതും പറഞ്ഞ് കേട്ടും കൊണ്ട് വിഷയാത്മകന്മാരായിട്ട് വിശ്വാസാൽ അങ്ങനെ അവർ വിശ്വസിച്ചും കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അവർ എന്തൊക്കെയോ കേട്ട് വിശ്വസിച്ചുകൊണ്ട് പശുക്കളെ വെറുതെ വ്രതത്തിനാൽ ഹിംസിച്ചിരുന്ന് കൊല്ലുന്നു. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം ബാക്കി. എല്ലാവർക്കും നമസ്കാരം. നീണ്ടങ്ങ് പോകുന്ന നിർത്തില്ല ഇവിടെ, അതുകൊണ്ടാണ്. ഹരി ഓം ഹരി ഓം ഹരി ഓം.